കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു സ്റ്റീരിയോ ഹെഡ്ഫോണിന്റെ അൺബോക്സിംഗും റിവ്യൂവുമാണ്. ബ്രെയിൻ വേവ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ HM2 സ്റ്റീരിയോ ഹെഡ്ഫോൺ ആണ് ഇന്ന് ഞാനിവിടെ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. കാരണം ഞാൻ ഈ ഹെഡ്ഫോൺ ഓൾറെഡി അൺബോക്സ് ചെയ്ത് ഉപയോഗിച്ചതാണ്. അതിനുശേഷമാണ് ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 24 മന്ത് വാറന്റി ഉള്ള ഒരു ഹെഡ്ഫോൺ ആണിത്. അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ബോക്സിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ലഭിക്കുമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. മറു സൈഡില് ഇതിന്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 3.5mm കണക്റ്റഡ് കമ്പാറ്റബിലിറ്റി ഉണ്ട്. ഐപോഡ്, ഐഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ തുടങ്ങിയ എല്ലാ ഡിവൈസുകളിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഈ ഹെഡ്സെറ്റിന്റെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇവിടെ കാണാൻ സാധിക്കും ഇതേപോലെ ഒരു ക്യാരി ബാഗ് നമുക്ക് ലഭിക്കും. നോക്കുക, വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാഗാണിത്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ മറ്റെന്ത് കാര്യങ്ങൾ ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ബില്ലാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം എങ്ങനെയാണ് ഈ ഹെഡ്ഫോൺ നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന്. നമുക്ക് ഹെഡ്ഫോൺ വെളിയിലേക്ക് എടുക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക, വളരെ മനോഹരമായിട്ടുള്ള വളരെ ക്വാളിറ്റിയുള്ള ഒരു ക്യാരി ബാഗാണ് ഇതിനോടൊപ്പം ലഭിച്ചിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ വെബ്സൈറ്റിൽ ഈ ബാഗിൻ്റെ വില നോക്കി. ഈ ക്യാരി ബാഗ് തന്നെ നമുക്ക് വാങ്ങുകയാണെങ്കിൽ 1000-ന് മുകളിലാണ് ഇതിന്റെ റേറ്റ്. എന്തായാലും ഇതിനോടൊപ്പം ഇങ്ങനെ ഒരു ക്യാരി ബാഗ് ലഭിക്കുന്നത് നല്ലതാണ്. നമുക്കിത് ട്രാവൽ ചെയ്യുമ്പോഴോ മറ്റോ ഹെഡ്സെറ്റ് കൂടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ വെച്ചുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് നോക്കുക. 1.2 മീറ്റർ സൈസുള്ള ഒരു ഫ്ലാറ്റ് കേബിള് ഇതിനോടൊപ്പം ലഭിച്ചിട്ടുണ്ടെന്ന് നോക്കുക. 2 രീതിയിലുള്ള കേബിൾ നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കും. ഗോൾഡൻ കളറാണ് ഇതിന്റെ എൻഡിൽ വന്നിരിക്കുന്നത്. 3.5mm ആണ് ഈ കേബിള്. മറ്റൊരു കേബിൾ കൂടി ഇതിനോടൊപ്പം ലഭിച്ചിട്ടുണ്ട്. ഇതില് വോളിയം കൺട്രോൾ, മൈക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു കേബിളിൽ നിങ്ങൾക്ക് ലഭിക്കും. ഞാനിത് ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിച്ചിട്ട് നോക്കുക. 1.2 മീറ്ററിന്റെ ആണ് ഈ കേബിളും. വളരെ ക്വാളിറ്റി ഉള്ള ഒരു കേബിളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതും 3.5mm ആണ്. ഗോൾഡൻ കളറാണ് ഇതിന്റെ എൻഡിൽ വന്നിരിക്കുന്നത്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിന്റെ യൂസർ മാനുവൽ എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. ഇതാണ് ഇതിന്റെ യൂസർ മാനുവൽ. ഇതിൽ എങ്ങനെയാണ് ഈ ഹെഡ്സെറ്റ് യൂസ് ചെയ്യേണ്ടത്, ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ സാധിക്കും. എന്നാൽ ഇത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ഹെഡ്സെറ്റ്, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ഹെഡ്സെറ്റ് നിങ്ങൾക്ക് ലഭിക്കുക. നോക്കുക, വളരെ മനോഹരമായിട്ടുള്ള ഒരു ലുക്കാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഹെഡ്സെറ്റിൽ ലഭിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഇവിടെ നിന്ന് സാധിക്കും. നോക്കുക, ഇതേപോലെ നിങ്ങൾക്ക് ഇതിന്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും. നോക്കുക, നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതിന്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും. നോക്കുക, ഉപയോഗിച്ചതിന് ശേഷം ഇതേപോലെ ഫോൾഡ് ചെയ്ത് എവിടെയെങ്കിലും വെക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് 3.5mm ഒരു ഹെഡ്ഫോൺ ജാക്ക് ലഭിക്കും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 3.5mm ഹെഡ്ഫോൺ ജാക്കാണ്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ മൈക്ക് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഇതിൽ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ ഉണ്ട്. ഇത് മുകളിലേക്കും താഴേക്കും സ്ലൈഡ് ചെയ്യുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. മുകളിലേക്കും താഴേക്കും സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വോളിയം കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ്. സാധാരണ നമ്മൾ ഹെഡ്സെറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഹെഡ്സെറ്റ് നമുക്ക് കംഫർട്ടബിൾ ആണോ എന്നുള്ളതാണ്. നമ്മളിത് പാട്ട് കേൾക്കാനായിട്ട് വെച്ച് കഴിയുമ്പോൾ അത് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെവിക്ക് വേദന എടുക്കും മറ്റും ചെയ്യും. ഞാൻ ഇത് കുറെ ദിവസം ഉപയോഗിച്ചു, എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം തോന്നിയിട്ടില്ല. ഇനി ഞാൻ ഇത് ഒന്ന് മൊബൈലിൽ കണക്ട് ചെയ്യുകയാണ്. ഈ ഹെഡ്സെറ്റ് ഒന്ന് കണക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ ഒന്നും ഏതെങ്കിലും ഒരു സോങ് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതാണ് ഇതിന്റെ വോളിയം കൺട്രോൾ. ഇതിൽ നിങ്ങൾക്ക് വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. നിങ്ങൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോൾ വരികയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നെക്സ്റ്റ് സോങ് കേൾക്കാനായിട്ട് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് കേൾക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോങ് മാറുന്നത് കാണാൻ സാധിക്കും. നോക്കുക, ഈ റേഞ്ചിലുള്ള മറ്റ് ഹെഡ്സെറ്റുകളുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടും മറ്റ് ഹെഡ്ഫോണുകളെക്കാളും നല്ല സൗണ്ട് ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും ഉള്ള ഒരു ഹെഡ്സെറ്റാണിത്. ഇതിനോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പർച്ചേസ് ചെയ്തിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെന്താണെന്ന്.
നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് ആ പ്രൊഡക്റ്റ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതേപോലെ ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഹെഡ്സെറ്റ് ഉപയോഗിച്ചതിന് ശേഷം ഇതേപോലെ ഹാങ് ചെയ്യാൻ സാധിക്കും. നോക്കുക, സാധാരണ ഹെഡ്സെറ്റ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഒന്നുകിൽ അലമാരയിൽ വെക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കബോർഡിൽ വെക്കുകയാണ് പതിവുള്ളത്. അത് ഒരു പക്ഷേ ഹെഡ്സെറ്റ് നമ്മൾ നീക്കി മറിക്കുന്നതിനിടയിൽ അതിന് കേടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതേപോലെ നമ്മൾ ഹാങ് ചെയ്യുകയാണെങ്കിൽ ഇതേതെങ്കിലും ഒരു ഒതുങ്ങിയ കോണിൽ ഹെഡ്സെറ്റ് കിടന്നോളും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ വളരെ ഈസി ആയിട്ട് ഇതിൽ നിന്നും എടുക്കാനും സാധിക്കും. ഞാൻ നിങ്ങളെ ഇതൊന്ന് ഫിക്സ് ചെയ്ത് കാണിച്ചു തരാം.